അതെന്തിനാ കത്തിക്കാൻ പാടുണ്ടത്? താഴെ ഇട്ടേക്ക് താറാവിനോട്. I want it to drip. I want it. You're so slow. I'm gonna use a rock. It's kind of hot. You give it to me. തീരെ എടുത്ത് നോക്കി കളിക്കട്ടെ. അവക്ക് തീ കണ്ട കിൻഡർ ഗാർഡനിൽ വെച്ച് സ്കൂളിൽ ചെന്ന പിള്ളേരുടെ അടുത്തൊക്കെ പറഞ്ഞതല്ലേ, നാട്ടിൽ പോയി അടുപ്പിൽ തീ കത്തിച്ച് നോക്കി. അപ്പോൾ അലീന അതേ സ്മോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതേ മാഷ്മെല്ല ഒരു കമ്പിമ കുത്തിയിട്ടുണ്ട്. അത് ഫയറിൽ വയ്ക്കും. അങ്ങനെയാണ് സ്മോൾസ് ഉണ്ടാക്കുന്നത്. നീയുടെ അവിടെ റെഡി ആയിട്ടുണ്ട്. നീയുടെ റെഡി ആയേക്കല്ല, നീയുടെ നാശമായിട്ട്. ഒന്ന് അതിൻ്റെ ഒരു കളറ് മാറണം. അത് കാണുന്നില്ല. റെഡി ആയില്ലേ മോള്? ഇപ്പോൾ മാഷ്മെല്ലോ നല്ല വെള്ള കളറായിരിക്കുമല്ലോ, അപ്പോൾ അതിനൊന്ന് ചെറുതായിട്ടൊന്ന് ബേൺ ചെയ്തിട്ടെടുക്കും. അതേനാ മാഷ്മെല്ലോ ഒന്ന് ബേൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കണേ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. മാഷ്മെല്ലോ അങ്ങനെ ബേൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് വയ്ക്കും. എന്നിട്ട് കുക്കി വെച്ചിട്ട് സാൻഡ്വിച്ച് പോലെയാക്കും. നീനയുടെ സ്മോൾസ് റെഡി ആയിട്ടുണ്ട്. അലീന റെഡി ആക്കുന്നുണ്ട്. അതെ, മാഷ്മെല്ലോ വെച്ചു. ചോക്ലേറ്റ് വെക്കണില്ലേ? ചോക്ലേറ്റ് വെക്കാം. അത് നല്ല ചൂടോട് കൂടിയിട്ട് മാഷ്മെല്ലോ വെക്കണം. അപ്പോൾ ആ ചോക്ലേറ്റ് ചെറുതായിട്ടൊന്ന് മെൽറ്റാവും. ഇതാ ചോക്ലേറ്റ് വയ്ക്കണു. ഇതാണ് സ്മോൾസ്. അല്ല, ഇത് ജോജി വലിയമ്മ പണ്ട് സിംഗപ്പൂരിൽ നിന്ന് പോയി. ഇതിൻ്റെ വേറെ പല കളറുകൾ കൂടുന്നുണ്ടായിരുന്നു. ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്നത് ഈസ്റ്റർ സമയമാകുമ്പോഴും അവിടെ ഉണ്ടായിരുന്നു. ഹോങ്കോങ്ങിലായിരുന്നപ്പോൾ വേറെ പല കളറുകൾ. എല്ലാ പടക്കം എടുത്താ അത് മതി. എന്തുകൊണ്ടാ കത്തിക്കണേ? ലൈറ്ററാ? അവിടെ പുതിയ ലൈറ്റർ ഉണ്ട്. നീലത് എവിടെ വെച്ചാണ് പാപ്പ? നീ കത്തിച്ച വഴിക്കാൻ ഓടണോട്ടാ. ചിലത് ചിലപ്പോ പൊട്ടിത്തെറിയും. ഓടിക്കോ ഓടിക്കോ. നീ മാറ്. മതി മതി. എന്തത്? സസ്പെൻസ് കൂട്ടാനാ.
ഞാൻ ഒരു കടലിൽ ചവിട്ടിൽ കൈ വെച്ചേക്കാണ്. സൗണ്ട് ഉണ്ടാക്കണ്ടാണോ? This one വാവ്. ഇത് എൻ്റെ 2 മില്യന് നമ്മൾ വാങ്ങിച്ചു വെച്ചതല്ലേ? yeah. അന്ന് നമുക്ക് പൊട്ടിക്കാൻ വേണ്ടി പറ്റില്ല. ഓ ഇതന്നെ അലീന അന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നേ. ഇതേപോലെ തന്നെ കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല അലീന? Yeah. How do I know? I like those. Those are nice. കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോയാൽ മതി, ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട്. No trust. ഓക്കെ അന്ന് ശരി, നീ പൊട്ടിച്ചോ. അയ്യോ അത് പടക്കണോ? നീ അത് പടക്കാണ്. You didn't get the other one? I thought I did. അയ്യോ നീ അത് കെടട്ടെ, ഇത് തിരക്കുടിക്കാണ്ടിരിക്കും. ശ്വാസം വലിക്കരുത്. I need one of those big ones. നീ ആ കത്തിയതിന് ആദ്യം തട്ടി കളഞ്ഞിട്ട് വന്നിരുന്നാ മതി. Hey, India. Missing some though. ആ നല്ല പൊക വരുന്നുണ്ട്. ശ്വാസം വലിക്കരുത്. പൊല്യൂഷൻ പൊല്യൂഷൻ. ഇതിന് വലുതുണ്ടാ? Mom, don't you worry. നീ ഓടി പോരും. Okay. Me order. Oh yeah. Yeah. You want to stand in front of it when it comes up? കത്തിയിലെല്ലാം അടുത്ത് കൊണ്ടിട്ടോ. No, it will. That's really good. Yeah, like. ഇതേതാണ്ട് ഈ ഒരു ടിന്നിന്റെ പോലെ ഇരിക്കണ്ടല്ലോ. ഇതാണ് ഏറ്റവും വലുതെന്നാണല്ലേ? എനിക്കറിയില്ലായിരുന്നു ഫോട്ടോ എന്നുള്ളത്. ഒരെണ്ണോടെ ഉണ്ടോ? നിനക്ക് മോളെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോയാ മതി. Mommy, no, I'm lazy. Yeah. Look, guys are hiding. That one's so scared. That one was scared. I felt it in my heart. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നല്ലോ അത്. Yeah. ഇത് എന്റെ ബർത്ത്ഡേ ആയിട്ടാ കത്തിക്കുന്നത്. Happy birthday. താങ്ക് യു. ഞാൻ അടുത്തത് കത്തിക്കുന്നത് അലീനയുടെ ബർത്ത്ഡേക്കാണ്. അത് കഴിഞ്ഞിട്ട് ബർത്ത്ഡേക്ക്. അല്ലാതെ ബർത്ത്ഡേ ഇടുന്നല്ലേ. ഓ I'm not a fan of that. It's kind of scary. ഓ നീയാ ചിലത് തണുത്തിട്ടുണ്ടാവും മോള്, ഇത്ര നാളായാലും എടുത്ത് വെച്ചിട്ട്.
ഇത് എൻ്റെ 2 മില്യൺ ആവണ സമയത്ത് ഞങ്ങൾ കുറച്ച് പടക്കം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഇത്രയും നാളായിട്ട് കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം കുറച്ച് കത്തിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആസ്പിനെ നമ്മൾ അകത്ത് വെച്ചേക്കട്ടെ, കാരണം ആസ്പിനെ പടക്കം പൊട്ടുന്ന സൗണ്ടൊക്കെ ഭയങ്കര പേടിയാണ്. ഓ, ജൂലൈ 4th ചെയ്യാം. നീ ഇനി നമുക്ക് ജൂലൈ 4th ചെയ്യാം. ഞങ്ങൾ ചെയ്തോളാം, നീ ഉണ്ടാവില്ലല്ലോ. അത് ഒരുമിച്ച് ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചാൽ മതി, ഒരെണ്ണം കത്തിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടോ. നാളെ നീയെ പോവാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പടക്കം പൊട്ടിക്കൽ കഴിഞ്ഞു. ഞാനിങ്ങോട്ട് ബാക്കിലേക്ക് വന്ന് നോക്കിയതാണ്, നമ്മുടെ കുറുക്കൻ എങ്ങാനും ഇവിടെ നിൽക്കണുണ്ടോ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളുടെ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നീയെ സമയം എന്തായി? ഇപ്പോൾ ഇവിടെ സമയം 8:45 ആയിട്ടുണ്ട് കേട്ടോ. എന്നാലും സമയം ഇരുട്ടായിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, സമ്മർ ആകുമ്പോൾ ഇരുട്ടാവാൻ വേണ്ടിയിട്ട് ഒരു 9 മണി ആവണം ഇരുട്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ വിൻ്റർ ആകുമ്പോൾ 4:30-5 മണിയാകുമ്പോൾ നല്ല കൂരി ഇരുട്ടാവും. നേരം പെട്ടെന്ന് വെളിക്കുകയും ചെയ്യും കേട്ടോ. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നല്ല വെട്ടം വയ്ക്കും. പിന്നെ പടക്കം പൊട്ടിക്കുമ്പോൾ ആസ്പിന് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ ആസ്പിനെ നമ്മൾ പുറത്തേക്ക് ഇറക്കിയില്ല. അപ്പോൾ ഇനി ഞങ്ങൾ ഇനി അകത്തേക്ക് പോവാണ്. പുറത്ത് നല്ല തണുപ്പുണ്ട്. ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കട്ടാ. ഇവിടെ ശരിക്കും മഴ പെയ്യുമ്പോഴുണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ചിങ്ങനെ മരങ്ങളാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇന്ന് പക്ഷേ ഇപ്പോൾ ഇവിടെ സമയം വൈകിട്ട് 4 മണി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ കാലത്തൊക്കെ നല്ല ചൂടായിരുന്നു. പക്ഷെ മഴ പെയ്യുന്നത് നമുക്ക് നേരത്തെ അറിയായിരുന്നു. കാരണം ഇവിടുത്തെ വെതർ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും കൃത്യം ഇത്ര സമയത്ത് മഴ പെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല കറക്റ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് ഒരു 2 ദിവസം മുമ്പ് തന്നെ നമുക്ക് നല്ല കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ഏകദേശം 2 ദിവസം മുമ്പ് അറിയാൻ പറ്റും. അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അന്നത്തെ ദിവസം കൃത്യം കറക്റ്റായിട്ട് തന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ വെതർ നോക്കും ഇവിടെ. കാരണം ഇത് പറയുമ്പോൾ നല്ല കറക്റ്റായിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇങ്ങനെ മിക്കപ്പോഴല്ല എനിക്ക് തോന്നുന്നു ഞാനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ നോക്കും. ഈ ഉച്ച കഴിഞ്ഞിട്ട് മഴയുണ്ടോ വെയിലാണോ ഒക്കെ നമ്മളിങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും വെതർ. പക്ഷെ നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ അങ്ങനെ വെതർ നോക്കാറില്ല. കാരണം പറയുമ്പോൾ അത്രയ്ക്കാണ്ട് കറക്റ്റായിട്ട് വരില്ലല്ലോ. ഈ സമയത്ത് ഇവിടെ മഴയുള്ള സമയമാട്ടോ. കാരണം ഇപ്പോൾ ആ തണുപ്പൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഇവിടെ സമ്മർ ടൈമാണല്ലോ. ഇവിടെ നല്ല മഴയുള്ള സമയമാണ് ഈ സമയം.
അപ്പോൾ അവിടെ നമ്മുടെ കോഴികളൊക്കെയും അവിടെ കൂടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അയച്ചിട്ടിട്ടില്ല, അവരവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മുടെ ആസ്പിൻ കൂടെ നേരത്തെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്കറിയായിരുന്നു മഴ പെയ്യുന്നുള്ളത്, അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ അവനെ കുറച്ച് നേരം പുറത്തേക്ക് അഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. നല്ല ശക്തിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇന്ന് ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പരിപ്പട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പരിപ്പടയും ചായയും കൂടിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നല്ല ശക്തിയായിട്ടുള്ള മഴ വന്നത്. ഇതാ നമ്മുടെ ആസ്പിൻകുട്ടനെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആസ്പിൻകുട്ടനെ ഇന്ന് കുറച്ച് പണക്കത്തിലാണ്, കാരണം പുറത്തേക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് അതിൻ്റെ അടുത്ത് പോയി ഇന്ന് കരഞ്ഞു. അപ്പോൾ നമ്മൾ അയച്ചിട്ടില്ല, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രിക്ക് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തേക്ക് നന്നായിട്ട് നനഞ്ഞു കിടക്കാം. അങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ അവനെങ്ങും പോവില്ല, അവൻ ഇവിടേക്ക് ഒന്ന് നടക്കും, പിന്നെ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഒന്ന് ഇരിക്കും. പുറത്തേക്ക് നോക്കുന്നുണ്ട്. കൂടുതലും ഇഷ്ടം മണ്ണാനെ നോക്കിയിരിക്കാൻ തന്നെ കൂടുതലും ഇഷ്ടം, അതിന് വേണ്ടിയിട്ടാണ് പോണത്. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിലാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അയച്ചിടാന്ന് വെച്ചിട്ടാണ് ഇരിക്കണേ. അപ്പോൾ അതിൻ്റെ പിണക്കത്തിലാണ് വന്ന് പുറത്തേക്ക് നോക്കിയിട്ട് ഇരിക്കുന്നത്. ആസ്പിനെ പുറത്ത് പോണോ എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് കുറേ നേരം നിന്നിട്ട് കരഞ്ഞു. ഞാൻ എന്നിട്ട് ചീത്ത പറഞ്ഞു. അപ്പോൾ വന്ന് കിടക്കുന്നതായി കാണുന്നു. പുറത്ത് എന്തൊക്കെയോ കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അത് കേട്ടിട്ട് ഹസ്ബൻഡിനോട് പുറത്തിരുന്നിട്ട് ഞാൻ അകത്തിരുന്നിട്ട് ഇരിക്കപ്പുറത്തില്ല. വാലൊക്കെ ആട്ടി അങ്ങനെ ഇരിക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ ആസ്പിനെ നമ്മൾ പുറത്തേക്ക് വിടും. നീ ഉറങ്ങിക്കോ, ഉറക്കം കഴിയട്ടെ. അപ്പോഴേക്കും വെയിൽ വരട്ടെ. ഈ പുറത്തേക്ക് നോക്കിക്കേ, ആകെ നനഞ്ഞെടുക്കുക മഴയ്ക്ക് പെയ്തിട്ട്.